ഞാൻ പറഞ്ഞില്ലേ അപ്പോ ഒക്കെ നിന്റെ തോന്നലാണെന്ന്. അത് ശരിവെക്കും പോലെയല്ലേ ഇപ്പൊ ഡോക്ടറും പറഞ്ഞത്. നിന്റെ പറച്ചില് കേട്ട് ഞാൻ ശരിക്കും പേടിച്ചു പോയിരുന്നു. ഇപ്പോഴാ എനിക്ക് സമാധാനായത്. എന്താ അപ്പോ നിനക്ക് ഇപ്പോഴൊരു കൺഫ്യൂഷൻ പോലെ? പിന്നെന്താ നിനക്കൊരു സന്തോഷമില്ലാത്തത്? കുറെ നാളായി നീ മനസ്സിൽ കൊണ്ടു നടന്ന ടെൻഷനൊക്കെ നമ്മൾ വേരോടെ പിഴുതറിഞ്ഞ ദിവസമല്ലേ ഇന്ന്. എന്നിട്ടെന്നാ നീ ഇങ്ങനെ ഗ്ലൂമി ആയിട്ടിരിക്കുന്നേ? ഒന്ന് ചിരിക്കുന്നേ. ചിരി വരുന്നുണ്ട്. അത് ഡോക്ടർ പറഞ്ഞത് കേട്ടുള്ള സന്തോഷം കൊണ്ടൊന്നും അല്ല. പിന്നെ ഒന്നും അറിയാതെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു അവസാനമായെന്നുള്ള മട്ടിൽ സന്തോഷിക്കുന്ന നിന്നെ കാണുമ്പോ എങ്ങനെ ചിരിക്കാതിരിക്കും? അതെന്താ നീ അങ്ങനെ പറയുന്നേ? ഡോക്ടർ പറഞ്ഞിട്ടും നിനക്ക് വിശ്വാസമായില്ലേ? മാളു, ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ഡോക്ടർക്കറിയാം. എന്നിട്ടും എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നെ മാക്സിമം കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു. നിന്നെയും സമാധാനിപ്പിച്ചു. ഗുഡ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു നല്ല ഡോക്ടറുടെ കടമ അദ്ദേഹം നിർവഹിച്ചു. മിടുക്കനാണ് ഡോക്ടർ ആന്റണി. മാളു, നിനക്കൊരു കാര്യം അറിയോ? എല്ലാ ട്രാൻസ്ജെൻഡേഴ്സിന്റെയും ജീവിതത്തിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. ഒരാൾ ജനിച്ച ജെൻഡറിൽ തന്നെയാണ് തുടർന്നും ജീവിക്കേണ്ടതെന്ന് അയാളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ, സപ്പോർട്ട്. നീ എന്താ ഉദ്ദേശിച്ചത്? എന്നുവെച്ചാ ബയോളജിക്കലി ഞാനൊരു പെണ്ണ് തന്നെയാണെന്നും അതുകൊണ്ട് ഒരു പെൺജീവിതമാണ് എന്റേതെന്നും ആ ഡോക്ടർ അടിവരയിട്ട് പറഞ്ഞില്ലേ? അത് വെറുതെ ആണെന്ന് എനിക്കും അറിയാം, ഡോക്ടർക്കും അറിയാം. എങ്കിലും അയാൾ തന്റെ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിന്നു. എന്നിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റത്തെ തടഞ്ഞു നിർത്താൻ അയാൾ പറഞ്ഞ കളവിന് ആയുസ് കുറവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. അപ്പോ നീ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതാണ് മാളു നിന്റെ പ്രശ്നം. എന്റെ ഇപ്പോഴത്തെ മനസ്സിനെ ഒരിക്കലും നിനക്ക് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ കഴിയില്ല. നിനക്ക് മാത്രമല്ല, ആർക്കും. അത് മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകണം. അപ്പോ നീ ഇപ്പൊ മറ്റൊന്നിനെ കുറിച്ച് ആലോചിക്കണ്ട. നിന്റെ ഉള്ളിലെ സംശയങ്ങളെയും ഭയത്തെയും ഡോക്ടർ പറഞ്ഞതുപോലെ കുറച്ചു ദിവസത്തേക്ക് നീ ഒന്ന് മാറ്റിവെക്ക്. ആദ്യം നീ ഒരു പെണ്ണാണെന്ന് മനസ്സിൽ ഉറപ്പിക്ക്. മറ്റെല്ലാം നിന്റെ സംശയങ്ങൾ മാത്രമാണെന്ന് നീ ഉറച്ചു വിശ്വസിക്ക്, പ്ലീസ്. അപ്പോ നീ അങ്ങനെ ഒന്ന് ശ്രമിക്കെങ്കിലും ചെയ്യേ, എനിക്ക് വേണ്ടിയെങ്കിലും. എന്താ പറ്റില്ല നിനക്ക്? അപ്പോ ഞാനല്ലേ പറയുന്നത്, പ്ലീസ്. പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല മാളു. എങ്കിലും നിനക്ക് വേണ്ടി ഞാൻ ശ്രമിക്കാം. പറ്റും. അപ്പോ നിനക്കത് കഴിയുന്ന എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നിനക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മുടെ വീട്ടുകാർ തമ്മിൽ അകലാതിരിക്കാൻ വേണ്ടി നീ ഈ പരീക്ഷ ജയിച്ചേ പറ്റുമോളെ. നീ ജയിക്കും, എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ തുലാമാസം നിശ്ചയം, പിന്നെ വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. അത് ഒരുപാടങ്ങ് നീങ്ങിപ്പോയല്ലോ. മകരത്തിലൊന്ന് നോക്കാം. അപ്പോ നീ വെയിറ്റ് ചെയ്യേ, ഞാനിപ്പോ വരാം. ഈ സദാസമയം ഈ കുന്തത്തിൽ കയറി കറങ്ങാതെ ഇവിടെ ഞാൻ ഇരുന്നൂടെ കൊച്ചേ? ഞങ്ങൾക്ക് ഒരാളെ കാണാനുണ്ടായിരുന്നു മുത്തശ്ശി. രണ്ടുപേരും കൂടി എവിടെ പോയതാ? ചുമ്മാ ഒന്ന് കറങ്ങാൻ. കറങ്ങി നടന്നാ മതിയല്ല. മുത്തശ്ശി എന്തേലും പറഞ്ഞോ? അല്ല, ചുമ്മാ കറങ്ങി നടന്ന് സമയം പാഴാക്കണോന്ന് പറഞ്ഞതാ. കോളേജിൽ പോകാത്തതുകൊണ്ട് അപ്പൂനത് പ്രശ്നമല്ലായിരിക്കും. പക്ഷെ മാളൂന് ഒരുപാട് പഠിക്കാനുള്ളതല്ലേ. ഇത് വെച്ചോ. എന്തത്? എന്റെ കുറച്ച് ഡ്രസ്സാ. സാരിയും ടോപ്പും ഒക്കെ ഉണ്ട്. നിന്റെ അടുത്ത് അതൊന്നും ഇല്ലെന്ന് എനിക്കറിയാലോ. അപ്പോ ഇന്ന് മുതൽ നീ നിന്റെ ഹോംവർക്ക് തുടങ്ങണം, ഓക്കെ? ഡോക്ടർ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഒരു തരത്തിലും
മനസ്സിനെ കൈവിട്ടു പോകാൻ അനുവദിക്കരുത്. എന്റെ ഒരു ചിരി. വേഷം കെട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല മോളു. എന്റെ മനസ്സ് എനിക്കെല്ലാം അറിയും. ഒന്നുമല്ല, നീ അത് ഓവർകം ചെയ്യും. ശ്രമിക്കപ്പോ പ്ലീസ്, നിനക്ക് പറ്റും. നോക്കാം. നിന്നെ സങ്കടപ്പെടുത്താതിരിക്കാൻ മാത്രം. എന്താ മോളെ നീ അവക്ക് കൊടുത്തത്? കുറച്ച് നോട്ട്സാ. നോട്ട്സ് പഠിച്ച് കളക്ടറാവാൻ ഇവളാര്? താമരക്കുരിയിലെ പ്രിയമത IAS. അങ്ങ് പാച്ചാഞ്ഞിട്ട. മകരത്തില് എത്തിയോ? രണ്ടുപേരും കൂടി എവിടെയായിരുന്നു കറക്കം? പ്രത്യേകിച്ചെങ്കും പോയില്ല. ബുള്ളറ്റ് ഒന്ന് സർവീസിന് കൊടുത്തായിരുന്നു. ഇപ്പഴാ കിട്ടിയേ. എന്താ കൂട്ടത്തിൽ ഷോപ്പിംഗ് ഉണ്ടായിരുന്നോ? അപ്പോ ഞാൻ ഇന്നലെ മുതൽ നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് കരുതിയതാ. അച്ഛന് പറയാനുള്ളത് എന്താണെന്ന് എനിക്ക് ഊഹിക്കാം. അമ്മ പറഞ്ഞതുപോലെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു തെറ്റ് തന്നെയാ ഞാൻ ചെയ്തത്. എനിക്കറിയാം. എന്തുകൊണ്ടാ ഞാനന്ന് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിച്ചാ, നോ, നിനക്ക് തെറ്റി. എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിന് ഇവിടെ ഒരു പ്രസക്തിയില്ല അപ്പൂ. അതുകൊണ്ട് ഞാൻ ആ മണ്ടൻ ചോദ്യം നിന്നോട് ചോദിക്കില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം. ആരോടോ തോന്നിയ ദേഷ്യവും സങ്കടവും തീർക്കാൻ സ്വന്തം മനസ്സിനെയും മനസാക്ഷിയെയും ശിക്ഷിക്കാൻ നോക്കുന്നത് മണ്ടത്തരമാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നാശത്തിലേക്ക് തന്നെയാവും അത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഞാൻ പറയുന്നത് അപ്പന് മനസ്സിലാവുന്നുണ്ടോ? തെറ്റുകൾ ആർക്കും പറ്റാം. പക്ഷെ പറ്റിപ്പോയത് തെറ്റാണെന്നും ഇനി അത് ആവർത്തിക്കില്ലാന്ന് തിരിച്ചറിയുന്നിടത്തുമാണ് നമ്മുടെ വിജയം. നിന്നെപ്പോലെ മിടുക്കിയായ ഒരു കുട്ടിക്ക് അതിന് കഴിയണം. പക്ഷെ മോളെ, നിന്റെ ആ പ്രവൃത്തി ഞങ്ങൾ രണ്ടുപേരെയും ഒരുപാട് വിഷമിപ്പിച്ചു. പക്ഷേ ആ സങ്കടത്തേക്കാൾ ഞങ്ങളെ അലട്ടിയത് ഇനിയും നിന്നിൽ നിന്ന് ആ തെറ്റ് ആവർത്തിക്കുമെന്നുള്ള ഭയമാണ്. ആ പേടി കൊണ്ടാ അമ്മ കഴിഞ്ഞ ദിവസം നിന്നോട് ദേഷ്യപ്പെട്ടത്. സോറി അമ്മ, ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല. അപ്പൂ, കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു സോറി പറച്ചിലൂടെ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. ബൈബിളിൽ പറയുന്നുണ്ട്, പശ്ചാത്താപം തന്നെയാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം. അമ്മയുടെയും മോളുടെയും പിണക്കവും സങ്കടമൊക്കെ മാറിയല്ലോ അല്ലേ? കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അല്ലാതെ തല്ലാനും തട്ടിക്കയറാനൊക്കെ ചെന്നാ അവൾക്ക് വാശി കൂടത്തേ ഉള്ളൂ. മാളുനെ കുറച്ചുനേരം അടുത്ത് കിട്ടിയപ്പോഴേക്കും അവൾക്ക് സമാധാനമായി തോന്നുന്നു. അതെ, നമുക്ക് അശ്വതിയോടും മുരളിയോടും പറഞ്ഞാലോ? രണ്ടുപേരെയും പഴയതുപോലെ അവരുടെ ഇഷ്ടത്തിന് അങ്ങ് വിട്ടേക്കാൻ. അത് വേണ്ട ഗീത. ഇനിയിപ്പോ ഇതുപോലെ അങ്ങ് പോട്ടെ. എന്നായാലും തമ്മിൽ പിരിയേണ്ടവരാണ് അപ്പവും മാളും. അതിത്തിരി നേരത്തെ ആയാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും പുറത്തു പോയിട്ട് വന്നപ്പോ അവളുടെ മുഖത്തൊരു തെളിച്ചമുണ്ട്. ഇനി കുഴപ്പമൊന്നും ഉണ്ടാവാതിരുന്നാ മതിയായിരുന്നു.